إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ മുഖവിലക്കെടുത്ത് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ, ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ വലിയ പരീക്ഷണമാണ് നമ്മൾ സ്നേഹിച്ചവരുടെ, ഇഷ്ടപ്പെട്ടവരുടെ വേർപാട്, അവരുടെ മരണം എന്നുള്ളത്. ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹത്തണലിൽ അവരുടെ കരുതലിൻ്റെ സുരക്ഷിതത്വത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവർ മരണപ്പെടുന്ന അവസ്ഥ, ആ സ്നേഹ ശാസനയുടെ ശബ്ദം നിലച്ചുപോകുന്ന അവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മുന്നിലുള്ള വഴിയിൽ മുഴുവൻ ഇരുട്ട് നിറഞ്ഞതായി അവൻ അനുഭവപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവർ എൻ്റെ മുന്നിലിരിക്കുന്നവരിൽ ഉണ്ടാകും. ഒന്നിച്ച് കളിച്ച് വളർന്ന സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ചെറിയ പ്രായത്തിൽ പരസ്പരം പങ്കുവച്ച് കളിച്ച് ഉല്ലസിച്ച് വളർന്നു വന്നവർ പെട്ടെന്നൊരു സമയത്ത് അവരുടെ ജീവൻ നിലച്ചു പോകുന്നത് ദുഃഖത്തോടുകൂടെ നോക്കി നിന്നവർ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ടാകും. ഭാര്യയുടെ മരണം, എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒന്നിച്ചു പങ്കുവച്ച് കരുത്തായി നിന്ന ഭാര്യയുടെ മരണത്തിന് മുമ്പിൽ ശൂന്യമായ ഹൃദയവുമായി, തപിക്കുന്ന ഹൃദയവുമായി ഭാര്യയുടെ നിശ്ചല ശരീരത്തെ, മയ്യത്തിനെ നോക്കി നിന്നവർ ഈ ഇരിക്കുന്നവരിലുണ്ടാകും. ഭർത്താവിൻ്റെ മരണം ബാക്കി വച്ച വലിയ ശൂന്യതയ്ക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കേണ്ടി വന്ന ഭാര്യമാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. നമ്മൾ സ്നേഹത്തോടുകൂടെ നമ്മുടെ സ്നേഹത്തലോടൽ അനുഭവിച്ച് നമ്മൾ ചേർത്ത് പിടിച്ച മക്കളുടെ നിശ്ചലമായ ശരീരത്തെ തൊടേണ്ടി വന്ന, അതിനെ ഖബറിലേക്ക് എടുത്തു വെക്കേണ്ടി വന്ന ഉപ്പമാർ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, നമ്മൾ സ്നേഹിച്ചവരുടെ വേർപാട് ഈ ദുനിയാവിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ പരീക്ഷണമാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച്, സത്യനിഷേധികളെ അപേക്ഷിച്ച്, മുസ്ലിം അല്ലാത്തവരെ അപേക്ഷിച്ച്
സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഘട്ടങ്ങളിൽ അവന്റെ ഹൃദയത്തിന് കരുത്തേകുന്ന, അവന്റെ ഹൃദയത്തിന് സമാധാനമേകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവ് അത് പരീക്ഷണത്തിൻ്റെ ഭവനമാണ് എന്ന തിരിച്ചറിവോടുകൂടെ ആ തിരിച്ചറിവിനെ നമ്മൾ ഉറപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഈ പരീക്ഷണത്തിൻ്റെ ലോകത്ത്, ഈ ദുനിയാവിൽ നമ്മൾ ഒന്ന് ക്ഷമിച്ചാൽ, ഒന്ന് സഹിച്ചാൽ, ഒന്ന് സ്വബർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ, മരണമില്ലാത്ത മടക്കമില്ലാത്ത ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ പരിഗണനക്കും അവിടുത്തെ വലിയ സന്തോഷത്തിനും സമാധാനപൂർണമായ ജീവിതത്തിനും വലിയ പ്രതിഫലത്തിനും അത് കാരണമാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാലി അബ്ദിൽ മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാലി അബ്ദിൽ മുഅ്മിൻ ഇൻദി ജസാ ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ ثم احتسبه ഇല്ല അൽ ജന്ന. പ്രിയപ്പെട്ടവർ മരിച്ചിട്ട് ക്ഷമിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ക്ഷമിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗമല്ലാതെ എൻ്റെ അടുക്കൽ പ്രതിഫലമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാലോചിക്കാൻ, ഇങ്ങനെ ചിന്തിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കിൽ, അവിടുത്തെ ഈ വാഗ്ദാനത്തിൽ, അല്ലാഹുവിന്റെ ഈ വാഗ്ദാനത്തിൽ യഖീനോടുകൂടെ, അതിൽ ദൃഢമായ വിശ്വാസം വെച്ച് ആശ്വസിക്കാൻ, സ്വബർ ഉൾക്കൊള്ളാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അവിടുന്ന് പറഞ്ഞു, ഇദാ മാത വലദുൻ ലിഅബ്ദിൻ ഖാല അല്ലാഹു അസ്സ വജല്ല ലിമലായികതിഹി. കുഞ്ഞു മരിച്ചാൽ, ഒരടിമയുടെ മകൻ മരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഖബൽതു വലദ അബ്ദി, എൻ്റെ അടിമയുടെ മകന്റെ റൂഹ് നിങ്ങൾ പിടിച്ചോ? അപ്പോൾ മലക്കുകൾ പറയും, നഅം, അതെ പിടിച്ചു. ഫയഖൂലു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖബൽതും സമറത ഫുആദി, അവന്റെ ജീവന്റെ പാതിയെ നിങ്ങൾ പിടിച്ചോ? ഫയഖൂലൂന നഅം, ആ സമയത്ത് മലക്കുകൾ പറയും അതെ എന്ന് പറയും. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മാദാ ഖാല അബ്ദി, എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? ഫയഖൂലൂൻ, അപ്പോൾ മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅ, അല്ലാഹുവേ ആ അടിമ നിന്നെ സ്തുതിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്തു എന്ന് പറയും. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇബ്നു ലിഅബ്ദി ബൈത ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്, എൻ്റെ അടിമക്ക് വേണ്ടി സ്വർഗത്തിൽ നിങ്ങൾ ഒരു ഭവനം തയ്യാറാക്കുക, ആ ഭവനത്തിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് നിങ്ങൾ നാമകരണം ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ ക്ഷമിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഒരു കാൽ മുറിക്കപ്പെട്ടു, ഒരു അസുഖം ബാധിച്ച് അദ്ദേഹത്തിന്റെ കാൽ മുറിക്കപ്പെട്ടു. അന്നേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഒരു മകൻ മരണപ്പെടുകയും ചെയ്തു. ആളുകൾ വന്നുകൊണ്ട് ഉർവയെ ആശ്വസിപ്പിച്ചു, മകൻ മരിച്ചല്ലോ, ഈ കാല് മുറിക്കപ്പെട്ട ദിവസത്തിൽ, താങ്കളുടെ ശരീരത്തിൽ നിന്നൊരവയവം നഷ്ടപ്പെട്ട ഇതേ ദിവസത്തിൽ താങ്കളുടെ ഒരു മകൻ നഷ്ടപ്പെട്ടു പോയല്ലോ, അങ്ങ് സമാധാനിക്കുക എന്ന രൂപത്തിൽ ഉർവത്ത് ഇബ്നു സുബൈറിന്റെ അടുക്കൽ വന്ന് ആളുകൾ ആശ്വസിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഇൻ കുൻതു ബതലൈത ഫഖദ് ആഫൈത, അല്ലാഹുവേ നീ എന്നെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് ആഫിയത്തും നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ എനിക്ക് പരീക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് ആഫിയത്തും നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ എൻ്റെ ഒരു അവയവത്തെ നീ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി അവയവങ്ങളെല്ലാം നീ എനിക്ക് നിലനിർത്തിയിട്ടുണ്ട്. അല്ലാഹുവേ എൻ്റെ ഒരു മകനെ നീ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 3 മക്കളും എൻ്റെ കൂടെയുണ്ട്. അല്ലാഹുമ്മ ലകൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് മഹാനായ ഉർവ
റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യഖീൻ അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിപ്പെടാനുള്ള ഈ മനസ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ഈമാൻ നമ്മൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് മുൻകൂട്ടി തീരുമാനിച്ച കാര്യമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹു രേഖപ്പെടുത്തിയതാണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. നിങ്ങൾക്ക് ഭൂമിയിൽ ബാധിക്കുന്ന മുസീബത്തുകളാകട്ടെ, നിങ്ങളുടെ നഫ്സിൽ ബാധിക്കുന്ന മുസീബത്താകട്ടെ, അത് മുൻകൂട്ടി രേഖപ്പെടുത്തിയതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. ഓരോ നിസ്കാര ശേഷവും അല്ലാഹുവേ, നീ തടഞ്ഞത് നൽകുവാൻ ഒരാളുമില്ല, നീ നൽകിയത് തടയാൻ ഒരാളുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നവരാണ് നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിലുള്ള വിശ്വാസം നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്, അത് ദൃഢമാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം നമ്മൾ സ്നേഹിക്കുന്നവരുടെ വേർപാടുകൾ, ആ വലിയ പരീക്ഷണം നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ദുനിയാവിൽ നമ്മൾ മാത്രമല്ല ഇതനുഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞു പോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം തന്നെയാണ് ഇത് എന്ന് ചിന്തിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖലീലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപ്പ മരണപ്പെട്ടുപോയി. ചെറിയ പ്രായത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മയും വിട പറഞ്ഞുപോയി. പിന്നീട് അവിടുത്തെ ഏറ്റെടുത്ത് വളർത്തിയ അവിടുത്തെ വല്ലിപ്പ അദ്ദേഹവും മരണപ്പെട്ടുപോയി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തുണയായി, ആശ്വാസമായി, തണലായുണ്ടായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, അവിടുന്നും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടുത്തെ മുഴുവൻ മക്കളും, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള മുഴുവൻ മക്കളും റസൂലിൻ്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാലോചിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ ഖലീലിന് ഇത് സംഭവിച്ചെങ്കിൽ, അള്ളാഹുവിൻ്റെ ഖലീലിന് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നാർക്കാണ് സംഭവിച്ചുകൂടാത്തത്? അതുകൊണ്ട് ഇത് നമുക്ക് മാത്രമുള്ള പ്രയാസമല്ല, അള്ളാഹുവിൻ്റെ ഖലീലിന് പോലും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യമാണ് എന്ന് ചിന്തിക്കാൻ അത്തരം ഘട്ടങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. മറ്റൊന്ന് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നമുക്ക് ആശ്വാസം പകരുന്ന മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. അവിടുത്തേക്കാൾ നമുക്കിഷ്ടമുള്ള, അവിടുത്തേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന, അവിടുത്തേക്കാൾ നമ്മൾ പ്രിയം വെക്കുന്ന ആരാണുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം നഫ്സ് നമ്മെ നരകത്തിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ നമ്മെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിതത്തിൽ വലിയൊരു സമയം പട്ടിണി അനുഭവിക്കേണ്ടി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന ആരാണ് ഈ ദുനിയാവിലുള്ളത്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മയുടെ മാറിൽ തലവെച്ച് കിടന്നുകൊണ്ട് അല്ലാഹുവേ എന്നോട് കരുണ കാണിക്കണമേ, അല്ലാഹുവേ എനിക്ക് പുറത്തു നൽകണമേ, ഉന്നതങ്ങളിലെ കൂട്ടുകാരനോട് എന്നെ നീ ചേർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായൊരു ദിവസം സംഭവിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മേൽ നിങ്ങൾക്ക് മണ്ണിടാൻ സാധിച്ചു? നിങ്ങൾക്കത് സാധിച്ചുവോ എന്ന രൂപത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ദിവസം
ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിയന്ത്രണം വിട്ടുപോയൊരു ദിവസം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് ദുഃഖിച്ച, വിഷമിച്ച വല്ലാത്തൊരു ദിവസം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന, ഉമ്മയേക്കാൾ സ്നേഹിക്കുന്ന, ഉപ്പയേക്കാൾ സ്നേഹിക്കുന്ന, മക്കളേക്കാൾ സ്നേഹിക്കുന്ന, നമ്മുടെ നഫ്സിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണത്തെക്കുറിച്ച്, അവിടുന്ന് നമുക്ക് നഷ്ടമായതിനെക്കുറിച്ച്, അവിടുന്ന് നമുക്കിടയിൽ ജീവിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ഇത്തരം ഘട്ടങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇതെല്ലാം നമുക്ക് സമാധാനമേകുന്ന, ഇത്തരം ഘട്ടങ്ങളിൽ കരുത്തേകുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ക്ഷമ പാലിച്ച്, ക്ഷമ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده. സഹോദരങ്ങളെ, മരണം എന്നത് നമ്മൾ വിചാരിക്കുന്ന സമയത്തോ ആഗ്രഹിക്കുന്ന സമയത്തോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ മരണമായിരുന്നാലും ഉറ്റവരുടെ മരണമായിരുന്നാലും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയുന്നവർ, പരിചയമുള്ളവർ, നമ്മുടെ ഉറ്റവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, നമുക്ക് ബാധ്യതയുള്ള ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഖേദത്തോടുകൂടെ നമ്മൾ ആലോചിക്കാറുണ്ട്, അവരോടുള്ള ഹക്കിൽ, അവരോടുള്ള ബാധ്യതയിൽ ഞാൻ കുറേ വീഴ്ചകൾ വരുത്തിയല്ലോ, അത് പൂർണ്ണമായും നിർവഹിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് ഖേദത്തോടുകൂടെ നമ്മൾ ആലോചിക്കാറുണ്ട്. ഉമ്മ മരണപ്പെടുമ്പോൾ, വാപ്പ മരണപ്പെടുമ്പോൾ, മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ഉമ്മ നഷ്ടപ്പെട്ടവരോട്, വാപ്പ നഷ്ടപ്പെട്ടവരോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. എല്ലാവരും തന്നെ ഞാൻ അവരോടെല്ലാം നിർവഹിക്കേണ്ട ബാധ്യതയുടെ വിഷയത്തിൽ വീഴ്ച വരുത്തിയവരാണല്ലോ എന്ന ഖേദത്തിൽ ജീവിക്കുന്നവരായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയൊരു ഖേദം വരുന്നതിന് മുമ്പ്, അങ്ങനെയൊരു ദിവസം വരുന്നതിന് മുമ്പ് നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കാൻ, നമ്മുടെ ബാധ്യതകൾ അത് കൃത്യമായും നിർവഹിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉമ്മ ജീവിച്ചിരിക്കുന്നവർ, ഉപ്പ ജീവിച്ചിരിക്കുന്നവർ, അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ, അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ ശ്രദ്ധ ജീവിതത്തിൽ വെച്ച് പുലർത്തേണ്ടതുണ്ട്. മക്കളോടുള്ള സ്നേഹം വില നഷ്ടപ്പെടുമെന്ന് കരുതി പിശുക്കോടുകൂടെ പിടിച്ചു വെക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെയിൽ അല്ലാഹു കാക്കട്ടെ, നാളെയിൽ അവരുടെ നിശ്ചല ശരീരം അവരിലേക്ക് വെക്കുന്നൊരവസ്ഥ വരുമ്പോൾ അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ, ചേർത്തു പിടിക്കാൻ, അവരോടുള്ള ഹഖ് നിർവഹിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാധിക്കണം. ഭാര്യയോട് രൂക്ഷമായി പെരുമാറുമ്പോൾ, അവരെ വേദനിപ്പിക്കുമ്പോൾ, നമ്മുടെ കീഴിലാണ്, എങ്ങോട്ടും പോകൂല എന്നുള്ള ധൈര്യത്തിൽ അവരെ ക്രൂരമായി പെരുമാറുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ശരീരം നിശ്ചലമാകുന്നൊരു ദിവസം അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ അവരെ നടത്താനും നമ്മൾ ശ്രദ്ധിക്കണം. ഭർത്താവിനോട് മോശമായി പെരുമാറുന്നവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. ചേർത്ത് പിടിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും അനുസരിക്കാനും സാധിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ഇടപാടുകളെ നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഉറ്റവരെ, നമ്മുടെ ബന്ധുക്കളെ, ഹക്കുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ, അയൽവാസികളെ, നമ്മളോടൊപ്പം മസ്ജിദിൽ നിസ്കരിക്കുന്നവരെ, നമ്മുടെ ആദർശ സഹോദരങ്ങളെ സ്നേഹിക്കാൻ, ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാൻ, അവരുടെ ഗുണകാംക്ഷികളാവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പിന്നീട് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. അവരുടെ നന്മകൾ കാണാൻ, അവർക്ക് നന്മകൾ നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ, ചേർത്ത് പിടിക്കാൻ, തിന്മകൾ തിരുത്തി കൊടുക്കാൻ, പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ തൗഹീദിൻ്റെ തണലിലായി
സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർ റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ അടുത്ത് മരണപ്പെട്ടു പോയ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمسلمات. ഞാൻ ഈ പ്രയാസവും ഈ വേദനയൊക്കെ ക്ഷമിച്ചാൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ മാധുര്യം ഞാൻ ആലോചിക്കുമ്പോൾ ഇതിന് ക്ഷമിക്കേണ്ടി വരുന്നതിൻ്റെ കയ്പ് ഞാൻ മറന്നുപോകുന്നു എന്ന്